തുടർന്നായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഒരു ഭാഗം തകർന്നു വീണ് ബിന്ദു എന്ന യുവതി കൊല്ലപ്പെട്ടത്. ഇതിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് പൊളിഞ്ഞപ്പോൾ ആ സംഭവ സ്ഥലത്ത് ഉടനടി എത്തിയ രണ്ട് മന്ത്രിമാർ, വി.എൻ. വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും. വി.എൻ. വാസവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് വരെ ഉണ്ട്, അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു അപകടവും ഇല്ല, ആർക്കും പരിക്കില്ല, നിസ്സാരമായ സംഭവമാണ്. വീണ ജോർജ് മാധ്യമങ്ങളോട് അത് തന്നെയാണ് പറഞ്ഞത്. രാവിലെ ഏതാണ്ട് 10:30 മണിക്കുണ്ടായ അപകടം 2.25 മണിക്കൂർ വൈകിപ്പിക്കാനുള്ള ഉത്തരവാദി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജും വി.എൻ. വാസവൻ എന്ന് പറയുന്ന മന്ത്രിയുമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രിയല്ല, മരണത്തിന്റെ മന്ത്രിയാണ്, കൊലയാളി മന്ത്രിയാണ് എന്ന് കേരളം ഇന്ന് ഒന്നടങ്ങ് വിളിക്കുകയാണ്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. കൂടാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുന്നതുവരെ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനമെന്നാണ് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി.കെ. ഫിറോസ് പറഞ്ഞത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര എം പി, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.